അമ്മ അമ്മ ഇതെന്തു പറ്റി? ഒന്നുമില്ല, നീ വന്ന് വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ. ലക്ഷണം കണ്ടട്ടെ ജോലറി നമ്മളെ തിരിച്ചു വന്നിട്ടില്ലെന്നോ തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായി? എടാ അതാണ് ടിലിപ്പതി. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് ദാ ഇവിടെ ഒന്ന് കൈ അമർത്തി പിടിച്ചാൽ അറിയാം എവിടെ. അതെങ്ങനെ ആശാനെ? എടാ അവളീ ഹൃദയത്തിലല്ലേ ഇരിക്കുന്നേ, പിന്നെ അവളെ എഴുന്നേക്കുന്നത് നടക്കുന്നത് ഇരിക്കുന്നതൊക്കെ എനിക്കറിയാൻ പറ്റില്ലേ? ഓ അങ്ങനെ. ഏട്ടത്തിയമ്മ വന്നിട്ടില്ലല്ലോ, എന്നാ നമുക്ക് വിട്ടാലോ ആശാനെ? അവള് വരൂടാ. അതെങ്ങനെ അറിയാം? ഓ എലിപ്പതിയല്ലേ? എലിപ്പതി അല്ലടാ, ടെലിപ്പതി. അങ്ങനെയാണ് വിവരമുള്ളവര് പറയുന്നത്. ഓ പക്ഷെ ഏട്ടത്തിയമ്മ വരുന്നത് വരെ ഇവിടെ കാത്തുകെട്ടി കിടക്കുന്നത് ഒരു നാണക്കേടല്ല ആശാനെ? നമ്മളെ പറ്റി നാട്ടുകാരെന്ത് വിചാരിക്കും? എടാ കാത്തുകെട്ടി കിടക്കണ്ടടാ. ദേ നീ ആ ബോർഡ് കണ്ട, ഊണ് റെഡി. അത് കണ്ട? എടാ ഇതൊരു ഹോട്ടലാ, ആർക്കും എപ്പോ വേണമെങ്കിലും പോയി ഭക്ഷണം ചോദിക്കാവുന്ന സ്ഥലം. അവിടെ നമ്മളും ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അടിപൊളി ഐഡിയ ആശാനെ. വിഷം കിട്ടി ചെറുകുടൽ വൻകുടലിനെ തിന്നാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരായി ആശാനെ. ശാപം. ഇറങ്ങണം. നടക്കാം. എടാ നീ കണ്ട അമ്മായിമ്മയാ, നമുക്കൊരു നമസ്കാരം പറഞ്ഞേക്കാം. ഓക്കെ വാ. ആശാൻ അങ്ങനെ പ്രായമുള്ള ആരെ കണ്ടാലും ഭയങ്കര ബഹുമാന. മുടി നരച്ച പെണ്ണുങ്ങളെയാണെങ്കിൽ അമ്മേനെ വിളിക്കൂ. മക്കള് വന്നിരിക്കേ. ഓ മക്കൾക്ക് എന്താ വേണ്ടത്? ഊണില്ലേ? ഉണ്ടല്ലോ. ശരി, ഇലയിട്. കണ്ട ഇലയിലെ ഊണാ. നമസ്കാരം. ആശാനെ അതാരാ വരുന്നത് നോക്കി. ഏട്ടത്തിയമ്മ. എന്താ മോളെ?
എന്തു പറ്റി? പോയ കാര്യമൊക്കെ നന്നായി നടന്നില്ലേ? എങ്ങനെ നന്നായി നടക്കാനാ? ഈ നാട്ടിൽ ചില വിഷജന്തുക്കൾ ഉണ്ടല്ലോ. ആരുടെ കാര്യ മോളി പറയുന്നേ? ഒരു ബ്ലേഡ് സത്യഭാമയില്ലേ, അവരുടെ കാര്യം തന്നെ. ആശാനെ കൺട്രോൾ കൺട്രോൾ. എന്താ? ആശാന് കുറച്ച് സാമ്പാർ വേണമെന്ന് പറഞ്ഞു, അതാ വിളിച്ചത്. ശരി, കുറച്ച് സാമ്പാർ കൊടുത്തേ. സത്യഭാമയെ കൊണ്ട് നിനക്കെന്തെങ്കിലും ഉപദ്രവം ഉണ്ടായോ? എനിക്ക് ഉപദ്രവം ഉണ്ടായ അവര് വിവരം അറിയും. ഇത് എനിക്കല്ല, അർജുനേട്ടന്റെ അമ്മയ്ക്കാ. നാട് മുഴുവൻ ഭരിച്ച് തിമിർത്ത് നടക്കുക സത്യഭാമ. ചക്രവർത്തിനിയാണെന്നാ വിചാരം. എന്നാൽ സ്വന്തം മകളുടെ ജീവിതത്തെ പറ്റി ഒരു ആലോചനയില്ല. എന്താ? അല്ല, ആശാന് സാമ്പാർ കിട്ടിയില്ല. ആശാന് സാമ്പാർ ഒരു വീക്ക്നെസ് ആണ്. ചോദിച്ചോളൂ. ആ സത്യഭാമയ്ക്കൊരു മകനുണ്ടെന്നാ പറഞ്ഞത്. നാടറിയുന്ന റൌഡി. ബ്ലേഡ് കാശൊക്കെ പിരിക്കാൻ പോകുന്നത് അയാളാണത്ര. അതൊക്കെ എന്തിനാ മോളെ നമ്മൾ അന്വേഷിക്കുന്നത്? അന്വേഷിക്കണം. ഈ നാടിന്റെയും നാട്ടുകാരുടെയും ചോര ഊറ്റിക്കുടിച്ച ബ്ലേഡ് പലിശക്കാര് കടം കൊടുക്കുന്നതും വളരുന്നതും. ഇവനൊക്കെ ഉരുള ഉരുട്ടി വിഴുങ്ങിയ അതൊക്കെ ശരീരത്തെ പിടിക്കൂ. ശാന്തേച്ചി പറഞ്ഞത് സത്യമാമ. ബ്ലേഡ് അവര് കഴുത്ത് മുറിച്ചെടുക്കും. പാവങ്ങളെ അവര് പണം കൊടുത്ത് സഹായിക്കുന്ന പറച്ചിലൊക്കെ. അത് പക്ഷെ പലിശ സഹിതം പിരിച്ചെടുക്കാനായിട്ടാ. ഏതായാലും അവരുടെ മോർണിംഗ് വരട്ടെ. ഒത്തി അരിയും ശാലിനി. സാമ്പാറിലിടുന്ന മുരിങ്ങക്കോല് പോലെ. മോളെ, നീ ഒന്ന് അടങ്ങ്. ഇതൊക്കെ നാട്ടു നടപ്പുള്ള കാര്യങ്ങൾ തന്നെയാ. പാവങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോണൊന്നും കൊടുക്കില്ല. അപ്പൊ അവര് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങും. കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കുന്നത് ഒരു തെറ്റാണോ മോളെ? അതും ആവശ്യ സമയത്ത് സഹായിച്ചതല്ലേ? 100. എന്തു പറ്റി? ഊണിനെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല, നന്നായിരിക്കുന്നു. അല്ല, ഇത് മോളാണല്ലേ? 3 പേരില് രണ്ടാമത്തവളാ. എന്തിനാ അധികം? ഇതൊന്നും മതിയല്ലോ. വാടാ, കാശ് കൊടുത്തിട്ട് വാ. മോളെ, ഇന്നത്തെ ഊണിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്ത്? അല്ലെങ്കിൽ അവര് എഴുന്നേറ്റ് പോയില്ലല്ലോ. ആശാന് വിഷമായോ? എന്റെ അമ്മയെ പറ്റിട്ട് അവള് പറഞ്ഞേ. അവളായിപ്പോയി. അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ തകർത്തുകളയായിരുന്നു അവളെ, അവളുടെ ചായക്കടയും.
ഊണില്ലേ? ഇല്ലല്ലോ, കഴിഞ്ഞു. കഴിഞ്ഞു എന്ന് പറഞ്ഞാ? കഴിഞ്ഞു എന്ന് പറഞ്ഞാ കഴിഞ്ഞു, അത്ര തന്നെ. ഒരര മണിക്കൂർ ലേറ്റായ ഈ നാട്ടിൽ ഒരിടത്തും ഭക്ഷണം കിടത്തില്ല. എവിടെ ചോദിച്ചാലും പറയും ശാരദാമ്മയുടെ കുടുംബശ്രീ ചെന്നാ മതിയെന്ന്. ഇവിടെ വന്നപ്പോ ദാ ബോർഡ് എടുത്ത് അകത്ത് വെക്കുന്നു. സർ, ഉച്ചയ്ക്കുള്ളതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോണ്ടിരിക്കുക. ഇനി ഭക്ഷണം രാത്രിയിലേ കാണൂ. മോളെ, ആ ഊണുണ്ടെന്ന് പറയാ. വരൂ, എന്നാ അകത്തേക്ക് വരൂ സർ. താങ്ക് യു. നല്ല വിശപ്പുണ്ടായിരുന്നു. സാറേ, അവിടെ കൈ കഴുകാം. കൊടുക്ക. ഉഗ്രം ഭക്ഷണം കേട്ടോ. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ടേസ്റ്റായ ഭക്ഷണം കഴിച്ചിട്ടില്ല. ശരിക്കും അമ്മ വിളമ്പി തരുന്ന പോലെ. ഇതാണല്ലേ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടൽ. എത്രയായി? ഇതിന് പണം വേണ്ട. പണം വേണ്ടെന്ന് പറഞ്ഞാ? അല്ല, ഇന്നിവിടെ എല്ലാവർക്കും സൗജന്യ ഭക്ഷണമാണോ? സൗജന്യ ഭക്ഷണമൊന്നുമല്ല. ഹോട്ടൽ അടയ്ക്കുന്നവരെ എല്ലാവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങും. പിന്നെ വരുന്നവർക്ക് കൊടുക്കുന്നത് വീട്ടിലെ ഭക്ഷണമാ. അതിന് പണം വാങ്ങാൻ പാടില്ല. ഇപ്പോ സാറിന് തന്നത് ചേച്ചി ഉച്ചയ്ക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണമാ. അതിനെങ്ങനെ പണം വാങ്ങും? ഓ മൈ ഗോഡ്. താങ്ക്സ്. താങ്ക്സ് ലോട്ട്. ഈ നെക്ലസ് എങ്ങനെയുണ്ട് നോക്ക്, കൊള്ളാവോ? ഇതൊക്കെ അവൾക്ക് നമ്മുടെ സുസ്മിതയ്ക്ക് നന്നായി ചേരുവല്ലേ? നന്നായിട്ടില്ലേ? കല്യാണത്തിന് ആവണം എടുക്കുന്നതിന് മുമ്പ് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന് വിഷ്ണുവിനോട് ചോദിച്ചോ നീ? എന്തിന്? വിഷ്ണു എന്റെ മോനാ. ഞാൻ പറയുന്നതേ അവനനുസരിക്കും.
ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടും. അത് കൊട്ടാരത്തിൽ നിന്നായാലും കുടിലിൽ നിന്നായാലും അതങ്ങനെ തന്നെ. അത് മാത്രല്ല, ഇവിടിപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്നതുപോലെയായി കാര്യങ്ങള്. അമ്പലത്തിൽ വെച്ച് സുസ്മിതയെ കണ്ടപ്പോൾ തന്നെ വിഷ്ണു നേരിട്ട് പറഞ്ഞു അവളാ അവന്റെ പെണ്ണെന്ന്. നോക്കിക്കോ രാഘവേട്ട, സുസ്മിത ഈ വീട്ടിൽ കാലി വെച്ചാൽ പിന്നെ അവളായിരിക്കും ഇവിടുത്തെ നിലവിളക്ക്. മരുമകളല്ല അവൾ എനിക്ക്, സ്വന്തം മോളായിരിക്കും എപ്പോഴും. അവളുടെ കാലിലൊരു മുള്ളു കൊള്ളാൻ പോലും സമ്മതിക്കില്ല ഈ സത്യഭാമ. ഒരു 100 കൊല്ലം വിഷ്ണുവിന്റെ ഭാര്യയായി, അവന്റെ മക്കളുടെ അമ്മയായി, ഈ വീടിന്റെ റാണിയായി കഴിയണം അവൾ. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനൊന്ന് എടുത്തോട്ടെ. മകളായി കാണാൻ മനസ്സുള്ള അമ്മയ്ക്ക് എന്റെ അമ്മ, സ്വന്തം മകൾ കുടിച്ചിറക്കുന്ന ഈ കണ്ണീര് കാണാൻ കണ്ണില്ലാത്തത്. ഭർത്താവിനൊപ്പം ജീവിക്കണമെന്നുള്ളത് അമ്മയുടെ ഈ മകൾക്കും കാണില്ലേ ആഗ്രഹം? അത് മാത്രം ആലോചിക്കുമ്പോ എന്റെ അമ്മയുടെ മനസ്സിന് വലിപ്പം കുറയുന്നത്. അമ്മ മരുമകളെ നിലവിളക്കായി വാഴിക്കും. അപ്പോഴും ഇവിടെ കരിന്തിരിയായി കത്തി നിൽക്കുന്ന ഒരു ജന്മമുണ്ട്, ഈ മകള് തന്നെ. ശാരദമ്മേ, രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഉച്ചയ്ക്ക് വന്നാ പോരെ? വാ. അല്ല ശാരദമ്മേ, നേരം വെളിച്ചമായപ്പോ മുതൽ പ്രാർത്ഥനയിലാണല്ലോ. എന്താ കാര്യം? ശ്യാമയുടെ എക്സാം റിസൾട്ടാ എന്ന്. അതിനെന്താ, അവള് നല്ല മിടുക്കിയായിട്ട് പാസ്സാവും. അങ്ങനെയല്ല ശാന്തേ, അവക്ക് സ്പോർട്സും കളികളും ഒക്കെയാ കൂടുതൽ താല്പര്യം. പരീക്ഷ തന്നെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോന്നാ പേടി. ശാലിനിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. പിന്നെ പിന്നാലെ പറഞ്ഞു നടക്കണ്ട. എന്ത് തിരക്കാണേലും അതിനിടയിൽ അവള് പഠിച്ചോളൂ. ശാരികയോ എന്നെ കൊണ്ട് നന്നായി പഠിപ്പിക്കാൻ സാധിച്ചില്ല. മറ്റു മക്കളെങ്കിലും. ശാരദാമ്മ വിഷമിക്കണ്ട. ശാരദാമ്മയുടെ 3 മക്കളും മിടുക്കികളാ, ഉത്തരവാദിത്തമുള്ളവരാ. ശാരദാമ്മ എങ്ങനെ ഈ വണ്ടി വലിക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആരും ശാരദാമ്മയെ നിരാശപ്പെടുത്തില്ല.